ഹായ്, രാവിലെ സൈക്ലിങ്ങിന് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ സൈക്കിൾ ഇവിടെ ഉണ്ട്. അപ്പോൾ പമ്പും കൂടെ എടുത്തേക്കാം. വഴിയിൽ വെച്ച് കാറ്റങ്ങനെ പോകണമെങ്കിൽ എന്ത് ചെയ്യും? അപ്പം പമ്പുണ്ടെങ്കിൽ അടിച്ചിട്ട് വരാമല്ല, ആ ഒരിതിലാണ്. ഇനിയിപ്പോൾ ഇടട്ടെ. പയ്യൻ വന്നേക്കണം കേട്ടോ. അതാ നിൻ്റെ സൈക്കിൾ എന്തൊരു പഞ്ചറാ? അത് അടിക്കൂല, അത് വെറുതെ. നീ സൈക്കിൾ റെഡിയാക്കി കേട്ടാ. നമുക്ക് രണ്ടുപേരും കൂടെ സൈക്കിൾ കേട്ടാ. ഇപ്പം എന്തായാലും ഞാൻ വീട്ടിൽ നിന്ന് തിരിച്ചു കേട്ടാ. പോട്ട് ഇതുവഴിയാ പോവാ. മറ്റേ അതുവഴിയും പോവാ. അതുവഴി മുട്ടൻ കയറ്റമാണ്. അതുവഴി പോയാൽ ഊപ്പാട് വരും. ഇതുവഴിയാകുമ്പോൾ ഫുള്ളിങ്ങനെ ചവിട്ടി പോവാം. തോട്ടിൻ്റെ സൈഡ് വഴിയൊക്കെ പോവാം. പിന്നെ ആകെയുള്ള റിസ്ക് ആണെന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ള് ചെളിയാണ്. അതാണ് സംഭവം. ചെളി കൂടെ ചവിട്ടി പോകണം. ഇവിടെ കൊള്ളാം. തോട്ടിൽ വെള്ളമൊന്നുമില്ല. മുമ്പൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളമൊക്കെ കുറവാണ്. ഇവിടെയും ചെളിയുണ്ട് കേട്ടോ. ഇവിടെ ഈ പാട്ടിട്ടേക്കണേണ് ആനയക്കോണ അമ്പലം. അവിടെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഈ പാട്ടൊക്കെ ആയിട്ട് സൈക്കിൾ വിടാൻ നല്ല രസമാണ്. ഇവിടെ നല്ല ചെളിയാണ് കേട്ടോ. ഇപ്പോൾ തുടരെ മഴയുണ്ടായിരുന്നു. അത് കാരണം കംപ്ലീറ്റ് ചെളിയായി. റോഡിൽ കയറിയ പിന്നെ കുഴപ്പമില്ല. ഇപ്പോൾ റോട്ടിലോട്ടാണ് ഇനി എൻട്രി. റോഡെത്തി ഗൈസ്, റോഡെത്തി. രാവിലെയാണ് സത്യത്തിൽ സൈക്കിൾ കിട്ടാൻ പോവാനുള്ളത്. നമ്മളിത് കുറച്ച് താമസിച്ച് 7:30 ആരാ എൻ്റെ വീഡിയോ എടുക്കുന്നത്? ആരാ അത് മൊബൈലിൽ എൻ്റെ വീഡിയോ എടുക്കുന്നത്? ഇതാണ് കൊല്ലായി ക്ഷേത്രം. ഇവിടെ ഒരു പഞ്ചർ കടയൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ നൂത്ത് ചവിട്ടിപ്പോണ മൂഴി ജംഗ്ഷനിലോട്ടാണ്. ഇപ്പോൾ എന്തായാലും റോഡ് കയറി. ഇനി വണ്ടികളൊക്കെ കുറവാണെന്ന് തോന്നുന്നു. ഒരുപാട് വണ്ടികളൊന്നുമില്ലല്ലോ. ഇതിൻ്റെ ചെയിൻ ഇടയ്ക്ക് ഇതാവും. ചെയിൻ ഒത്തിരി ലൂസാണ്. ചെയിൻ ഇടയ്ക്ക് കക്കാൻ സാധ്യതയുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റാമിന ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇവിടെയൊക്കെ എത്തുമ്പോൾ വീഡിയോ അടിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ എത്തുമ്പോൾ അല്ലെങ്കിൽ ഊപ്പാട് വരും. രാവിലെ ഓടിയിട്ടൊക്കെ പോകണേ കേട്ടോ. സൈക്കിൾ കേട്ടൊന്നും നല്ലത് തന്നെ. കടയിലൊക്കെ രാവിലെ ആൾക്കാർ വന്ന് ചായ കുടി, പരദൂഷണം പറിച്ചിൽ, ഇതൊക്കെയാണ് പരിപാടി. മലേഡിയൽ RCM ഷോപ്പ്. ഇതാണ് ഗായ്സ് മൂഴി ജംഗ്ഷൻ. ഇതാണ് മൂഴി ആട്ടോ സ്റ്റാൻഡ്, മൂഴി ജംഗ്ഷൻ. ഇതാണ് ഗായ്സ് മൂഴി വെയിറ്റിംഗ് ഷെഡ്. എല്ലാം ഇങ്ങനെ കണ്ടുപോവാം. നിങ്ങളിൽ ഇതേ കണക്ക് സൈക്കിൾ ചവിട്ടാൻ പോണവരെല്ലാവരും കൂടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു സൈക്കിൾ ചവിട്ടാം. കോണ്ടാക്ട് ചെയ്തിട്ട് സൈക്കിൾ ചവിട്ടാം. ഇതാണ് മധുരിമ ഹോട്ടൽ. ഇത് ചിത്തിര ഫൈനാൻസ്. സംഭവം. ഇതാണ് മിൽമേര. രാവിലെ പാല് ശേഖരണം മിൽമേര. ഇതാണ് ഇരിയനാട്. എന്താണ് പിന്നെ സൈക്കിള് ഇവിടെ വ്യായാമല്ലേ? ഒരു പയ്യനാണ് കണ്ട. നീ വീഡിയോ എടുക്കണമെന്ന് അറിഞ്ഞില്ലല്ലേ? ആ എവിടെ പോണ്ടാ? ജോലിയാ? ആ ശരിയടാ.
അവൻ വെറുതെ എന്നെ കളിയാക്കാൻ വന്നതാ ഏട്ടാ. അപ്പോഴാണ് ഞാൻ വീഡിയോ പിടിക്കണത് അവന് മനസ്സിലായത്. അവ അതേപോലെ വലിഞ്ഞ് പുത്തമ്പാലം വരെ പോകണം. ഇതാണ് നെസ്റ്റ് ഗാരേജ്. വണ്ടികളൊക്കെ വാഷ് ചെയ്യില്ലേ, വാഷ് ചെയ്ത് കുട്ടപ്പനാക്കി കൊടുക്കും. അത് നമ്മളൊരു പയ്യൻ്റെ കടയാണ്. എൻ്റെ കൂടെ പഠിച്ച സുഹൃത്താണ്, ഷിനോ എന്ന് പറയും. അവൻ്റെ കടയും അവന്മാരൊക്കെ കണ്ടാ രക്ഷപ്പെട്ട്. ഞാനിപ്പോഴും സൈക്കിളും ചവിട്ടി വീഡിയോ പിടിച്ച് കിടക്കേ. നല്ല പെമ്പിള്ളേർക്ക് നിൽക്കണല്ലേ വെയിറ്റ് ഷെഡിൽ. എനിക്ക് ആഞ്ഞ് ചവിട്ടിയേക്കാം. ഇതിങ്ങനെ എണീച്ചെന്ന് ചവിട്ടുമ്പോഴേ ചിലപ്പോൾ ഇത് ചെയിൻ കക്കി മൂക്കൂത്തി വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് വിചാരിക്കാം. ഇന്ന് വണ്ടി കുറവ്. ഇന്ന് ഞായറാഴ്ച. വെറുതെ അല്ല വണ്ടികളൊക്കെ കുറവ്. അല്ലെങ്കിൽ ഈ സമയത്തൊന്നും ഇതുവഴി ചവിട്ടി പോകാൻ പറ്റാത്ത കണക്കിന് വണ്ടികളാണ്. ഇത് റോഡ് വഴി ചവിട്ടണേനും ഒരു രസമില്ലല്ലേ. വല്ലോ കാട്ടിക്കൂടെയോ മലയിൽ കൂടെയൊക്കെ ആണെങ്കിൽ വീഡിയോയ്ക്ക് ബ്യൂട്ടിയാണ്. ഇതാ ബ്യൂട്ടി ഇല്ല. ഇതാണ് കേട്ടാ പാങ്കോട് ആണ് ഇവിടെ. പാങ്കോട് വസ്തുവൊക്കെ വിൽപ്പനയ്ക്ക് ഉണ്ട് കേട്ടോ. ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഞാൻ ഒരു പയ്യെ ഇതുവഴി പോയി. ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കണ്ടിട്ടുണ്ട്, സംസാരിച്ചില്ല. ഇവിടെ എല്ലായിടവും വസ്തു കൊടുക്കായിട്ടേക്കാണ്. വസ്തു വേണമെന്നുള്ളവർക്ക് വാങ്ങിക്കുക. ഇത് 5 സെൻറ്റും 100 സ്ക്വയർ ഫീറ്റ് വീട് വെച്ച് കൊടുക്കുമെന്നാണ്. 5 സെൻറ്റും 100 സ്ക്വയർ ഫീറ്റ് വീടും വെച്ച് കൊടുക്കുമെന്നാണ്. അങ്ങനത്തെ സെറ്റപ്പാണ്. ഇനിയിപ്പോൾ നമ്മൾ മെയിൻ ജംഗ്ഷനാണ് കേട്ടോ. പൊന്മുടിയിലോട്ടൊക്കെ പോകില്ലേ, അതാണ് കാണുന്നത്. അവിടെ നിന്ന് ആ ലോറി പോയില്ലേ റോഡ്, അതാണ് മെയിൻ ജംഗ്ഷൻ. പുത്തമ്പാലം. പൊന്മുടിയിലോട്ടൊക്കെ പോകണേണ്. അങ്ങോട്ട് നെടുമങ്ങാട്, അങ്ങോട്ട് പൊന്മുടി. മനുഷ്യൻ താളന്ന് കേട്ടാ, സംസാരിക്കാൻ വയ്യ. ഇപ്പം കുറച്ച് ദൂരമായി ചവിട്ടാൻ തുടങ്ങിയിട്ട്. അതാണ് പുത്തമ്പാലം ഓട്ടോ സ്റ്റാൻഡ്. ഇവിടെ ഇനി അത്യാവശ്യം കുറേ കടകളൊക്കെ ഉണ്ട്. ഇത് സംഭാരമൊക്കെ കൊടുക്കുന്ന പരിപാടി. നമ്മുടെ സുഹൃത്തുക്കൾക്കൊന്നും സൈക്കിളില്ല. അല്ലെങ്കിൽ രണ്ടുപേരെയും കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ വീഡിയോ കളർഫുള്ളായതിന്. പിന്നെ വേറെന്തോന്ന് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെ. ഇതാണ് നാഗച്ചേരി ജംഗ്ഷൻ. ഇവിടെയാണ് സുഹൃത്തുക്കളെ ബിവറേജ്. എല്ലാവരുടെയും അവിടെ തന്നെ ഹോട്ടൽ പരിപാടിയെല്ലാം ബിവറേജാണ് സുഹൃത്തുക്കളെ. എല്ലാവരുടെയും ഇഷ്ടസ്ഥലം, എല്ലാവരുടെയും കുടിയന്മാരുടെ. നല്ല പണി കേട്ടാ ചവിട്ട്. ഞാൻ എന്നും ചവിട്ടണോണ്ടാ ഇങ്ങനെ ചവിട്ടാൻ പറ്റണത്. അല്ലെങ്കിൽ പകുതിയിൽ വെച്ച് മരിച്ചു വീഴും. അതിന് നല്ല കരിക്കൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കരിക്കൊക്കെ വെച്ചിട്ടുണ്ട് സൈഡിൽ. ഇതാണ് വളർത്തു പോത്ത്. കുട്ടികൾ തൂക്കി വിൽപ്പനയ്ക്ക്. കുറേ കടകൾ കണ്ടില്ലേ നിങ്ങൾ? അത്രയൊക്കെ ഉള്ളു ഇവിടെ. കോൺക്രീറ്റ് പണികളൊക്കെയാണ് ബംഗാളികളെല്ലാം കൂടെ. അവിടെ എങ്ങനെ കയറിയുന്ന പൈസ കിട്ടിയേനെ. ഈ സൈക്കിളും ചവിട്ടി നടക്കണ നേരത്ത് ആ
പെങ്കൊച്ചു നോക്കിയപ്പം മൈക്കും ക്യാമറയൊക്കെ ഇരിക്കുന്നു. അതോടുകൂടി തല മാറ്റി കളഞ്ഞു. ഇതാണ് കേട്ടോ ഫിനിഷിങ് പോയിന്റ്. ഇതുവരെ ഞാൻ പണ്ടേ ചവിട്ടണയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഇതൊക്കെ ഇപ്പം വന്ന കടയാണ്. ഈ കടയിൽ നിന്നാണ് പണ്ട് ബേക്കറി ആയിരുന്നു. അപ്പോൾ പപ്സും ഡ്രിങ്ക്സൊക്കെ വാങ്ങിച്ചു കുടിച്ചുകൊണ്ടിരുന്നത് ഈ കടയിൽ നിന്നായിരുന്നു. അതിപ്പോൾ ബേക്കറി, അവിടെ ട്യൂട്ടോറിയായി. ഇവിടെ എന്തോ റോയൽ മാർക്കറ്റ്, ഫാഷൻ ഫുഡ് അങ്ങനെ എന്തോ സ്ഥലം. മറ്റടുത്ത് മറ്റേ മൈ കോർണർ എന്നൊക്കെ പറയണ ഫ്രൈഡ് ചിക്കനും മമ്മൂസും ഫ്രഷ് ജ്യൂസൊക്കെ കൊടുക്കുന്ന കടയൊക്കെ ഉണ്ട്. പിന്നെ കുറേ കടകൾ വന്നു, ഐസ്ക്രീം എല്ലാം ഇഷ്ടംപോലെ കടകൾ ഇവിടെ വന്നു. സംഭവം ഇതുവരെ ഞാൻ പണ്ട് 8ാം ക്ലാസ് മുതൽ 8, 9, 10, +1, +2. അപ്പോൾ ഇതുവരെ ജേഴ്സി പോട്ടെ 8, 9, 10, +1, +2 ഈ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഇതാണെങ്കിൽ ഇതിലെ ഒരു ഹർക്കുലീസ് സൈക്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സൈക്കിള് ചവിട്ടി ഇതുവരെ എന്നും രാവിലെ, പിന്നെ സ്കൂൾ വിടുമ്പോൾ തിരിച്ചു പോകുമല്ലോ, പിന്നെ രാവിലെയും വൈകുന്നേരവും പോണതാണ്. അവിടെ ഒരു ആയുർവേദ ആശുപത്രി, അവിടെ നിന്ന് അങ്ങ് ഉള്ളിലോട്ട് പോകണം. അതുകൊണ്ട് ഇതുവരെ ചവിട്ടാൻ എനിക്കൊരു ഉത്സാഹമുണ്ട്. ഇത് കഴിഞ്ഞാൽ തിരിച്ചു പോകാനും വലിയ കുഴപ്പമില്ല. ഇതാണ് അപ്പോൾ ലാസ്റ്റ് പോയിൻ്റ്. ഇനി നമുക്ക് തിരിച്ച് അവിടെ ഇവിടെയൊക്കെ ചവിട്ടാം. അമ്മയെ ഊപ്പാടായി. വെയിറ്റൊക്കെ അത്യാവശ്യം കുറഞ്ഞു വരുന്നുണ്ടല്ലേ. ഒരു പട്ടി വീണു. പട്ടി തിരിച്ചാഞ്ഞ് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ കടയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത്യാവശ്യം വൈറലായ കടയാണ്. പുട്ടും ബീഫ് അത് ഇതൊക്കെ ഉണ്ട്. ചെറിയ വീടായിരുന്നു പണ്ട്, ഇപ്പം പക്ഷേ അത് ഒരു കടയാക്കി. അവിടെ ഇപ്പം അത്യാവശ്യം നല്ല കച്ചവടമുണ്ട്. അവിടെ ഡീക്കോർ എന്ന് പറയുന്നൊരു സ്ഥാപനമാണ്. അവിടെ പകുതി വിലയ്ക്ക് മെത്തയൊക്കെ കൊടുക്കുമെന്നാണ് പറയുന്നത്. ഞാനൊരു മെത്ത അവിടെ നിന്ന് മേടിച്ച്, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം വില കുറച്ച് കിട്ടി. ഇനി ഇവിടെ തിരിയണ കാര്യം റിസ്ക്കാണ്. എല്ലാ സൈഡിൽ നിന്നും വണ്ടികൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ എണീച്ച് ചവിട്ടി കൂളായിട്ട് തിരിയും. അപ്പോൾ ഫോണ് താഴെ പോയാലേ ഉള്ളൂ പാട്. അത് ആൾക്കാരൊക്കെ നോക്കണേ കേട്ടാ. മൈക്കാണ് പ്രശ്നം. ഫോണ് വെച്ചേക്കണ കുഴപ്പമില്ല, പക്ഷെ മൈക്ക് കാണുമ്പോൾ എല്ലാവരും ഇവ എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ നോക്കും. പക്ഷെ അവർക്കറിഞ്ഞൂടല്ലോ ഞാൻ 100 ഫോളോവേഴ്സും 2 കമൻറ്റും 1 ലൈക്കും ഒക്കെ ആയിട്ടിരിക്കുന്നത്. അയ്യോ ഉപ്പാടായി. ഇതാണ് നേരത്തെ പ്ലോട്ട് തിരിച്ചിട്ടേക്കുന്നത്. വീട് വെച്ച് കൊടുക്കണേ, 5 സെൻറ്റിൽ വീട് വെച്ച് കൊടുക്കണം. അത് 10 ലക്ഷം രൂപ എന്നൊക്കെയാണ് പറയണത്. അന്ന് വയ്ക്കുമ്പോൾ അതൊന്നും പോരെന്ന് പറയും. വീടൊക്കെ വയ്ക്കാൻ പറയും, അതൊന്നും പോരെന്ന്. പുതിയൊരു ചായക്കട ഓപ്പൺ ആവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അമ്മേ ശരി പോട്ടാ. എന്നാലും നീ വീഡിയോ വരെ ഇത്രയും മടി പാടില്ല. അവന് വീഡിയോയിൽ വരെ ഭയങ്കര മടി. അതൊക്കെ ശരിയാണ്. നമ്മളെ വീഡിയോയിലൊക്കെ വന്നാൽ ഇനി അവനിന് കല്യാണം കിട്ടിയില്ലെങ്കിലാന്നുള്ളതായിരിക്കും. എന്തരാവട്ടെ, പയ്യന്മാരൊക്കെ ഇങ്ങനെ ആയ, സെൽഫിഷായ വീഡിയോയിലൊക്കെ വരണ്ടേ, എന്നാലേ എല്ലാവരും അറിയുള്ളൂ ഇങ്ങനൊരു പയ്യൻ ഉണ്ടെന്ന് അല്ലേ. ഗൾഫിൽ പോയി ചെറുക്കൻ ഫോണൊക്കെ ഗംഭീര ഫോണൊക്കെ വാങ്ങിച്ച് കഴിച്ചാൽ 17 Pro Max ഒക്കെ വാങ്ങിച്ച്. ഇതാണ് അനായിക്കോണം ക്ഷേത്രം. കണ്ട ആർച്ച് പമ്പ ഇതാണ്. അവിടെ പണി കിടക്കുകയാണ് അമ്പലത്തിൽ. ഇവിടെ ഇന്ന് കാണാൻ പറ്റില്ല, അത് അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇപ്പം. ഇവിടെ
ഇവിടെ കുറച്ച് ഹോട്ടലുണ്ട് കേട്ടോ. ഇതാണ് ഊണിയിടം എന്ന് പറയണം. ഞാൻ കഴിച്ചിട്ടില്ല. എത്തി വീടെത്തി. ഇതാണ് അംഗനവാടി കവിരാജപുരം. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആ പൊക്കപ്പുറത്തിരിക്കുന്ന വീടാണ് എൻ്റെ. ഹലോ, ഇന്നത്തെ അത്യാവശ്യം നല്ലൊരു സൈക്കിൾ ചവിട്ടായിരുന്നു. നല്ല കുറച്ച് കാഴ്ചകൾ കണ്ടു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ഇനി സൈക്കിൾ ചവിട്ടാൻ ആരോഗ്യമുള്ളപ്പോൾ എടുക്കാം. അപ്പോൾ എല്ലാവരും അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും കമൻ്റ് ഇടുക, സപ്പോർട്ട് ചെയ്യുക. കുറച്ച് പേര് ഷെയറും കൂടെ ചെയ്തോ.